7 മണിക്കാണോ? രണ്ടുപേർക്കും ഒരേ ടൈമാണ് ഏകദേശം ട്രെയിനുള്ളത്. മനസ്സിൽ ഉള്ളത് சொல்லிட்டு போயிடலாம். സിഗ്നല് സൈലൻസ്. ഓ മറ്റേതാണ് മൊമെന്റ്സ് രണ്ടുപേരും അറ്റ് എ ടൈം വിളിക്കാൻ നോക്കോ? വന്ദനം ഇല്ലേ? അങ്ങനെ സംഭവിക്കുന്നില്ല. എൻഗേജ്ഡ്. അവിടെ എൻഗേജ്ഡ് ആയി. இப்ப நான் வேற டென்ஷன்ல இருக்கேன். ஓ ஐ அம் சாரி ஜெனி. டேக் கேர். ഇതാണ് പഴയകാലത്തെ മറ്റേ മൊബൈൽ ഇല്ലാത്ത പ്രശ്നം. അതുപോലെയുണ്ട്. നീ കാണില്ലേ? എന്തിനും എന്തായാലും പക്ഷെ ഒന്നിക്കുന്നില്ല പറഞ്ഞു. വന്ദനം ഭയങ്കരമായിട്ട് കുറവുന്നു അവിടെ. പോയല്ലോ. നോർത്തിലോട്ടും കൂടെ ആയിരിക്കില്ല പോവാ. ഇവിടെ വന്ന് ട്രെയിനിലാ പോണേ. ഇത്തവണ ട്രെയിനാണല്ലോ, അല്ലെങ്കിൽ ചിലപ്പോൾ അധികം ഫ്ലൈറ്റ് തന്നെ എയർപോർട്ടൊക്കെ ഉണ്ടാവും. രണ്ടുപേരും ടൈം ടൈമിംഗ് ആണോ? എഗ്മോർ, ഒരാളെ എഗ്മോറും ഒരാള് ഹൗറയിലും. സ്റ്റേഷൻ വ്യത്യാസമാണ്. മെയിൻ സെന്ററിലാണ്. പണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവോ? എഴുതിയിട്ടുണ്ടോ പുറത്ത്? അത് ആശിവ തന്നെയാണോ? Excuse me. Yes. Seat number 2, Shiva. ഇനി ആരോ വരല്ലേ? ആള് മറ്റേ എഗ്മോർ പോയി അന്വേഷിക്കുന്നുണ്ടോ? എല്ലാ സ്ഥലത്തും വെയിറ്റ് ആണോ പറയുന്നത്? ഇത് വല്ല കാര്യം ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. F1 സെയിം ആണല്ലോ കാണിച്ച ഏകദേശം. അവിടെ ഒരാളിരിക്കുന്നുണ്ട്.
ട്രെയിൻ വ്യത്യാസമാണ് കാരണം എഗ്മോർ പക്ഷെ ഒരേ സ്റ്റേഷൻ തന്നെ. ആ തോന്നുന്നു. ഏഴ് മണിക്കാണോ? രണ്ടുപേർക്കും ഒരേ ടൈമാണ് ഏകദേശം ട്രെയിൻ ഉള്ളത്. ആണോ? ஒருவேளை அவன் நம்மளை தேடி அங்க போயிருப்பானோ? ஒருவேளை அவன் நம்மளை தேடி அங்க போயிருப்பானா? போகலன்னா போயிருந்தானா? போகலன்னா ஓகே ஓகே, ஒன்று பண்ணலாம். மனசுல உள்ளத சொல்லிட்டு போயிடலாம். ഓ മനസ്സിലുള്ളത് ചൊല്ലിട്ട് പോയില്ല. டியர் சிவா, ரொம்ப நாளா உன்கிட்ட ஒரு விஷயம் சொல்லணும்னு ஆசைப்பட்டேன். அது என்ன தெரியுமா? I love you, சிவா. I love you. இது நீ பக்கத்துல இருக்கும்போதெல்லாம் சொல்லுன்னு வந்தேன். ஏனோ தெரியல, அதை சொல்ல முடியாமலே போயிடுச்சு. இன்னைக்கு நான் മറ്റൊരു കൊടുത്തിട്ട് പോവോ ആടെ ഇരിക്കുന്നേ? ஆனா நீ பக்கத்துல இல்ல. இன்னைக்கு இதை சொல்லாம போயிட்டேன்னா என்னைக்கும் சொல்ல முடியாம போயிடுமோன்னு பயமா இருக்கு ஜெனி. எனக்கு பயமா இருக்கு. പോയി நம்ம உயிர் நம்ம கூடவே இருந்தாலும் அது நம்மளை விட்டு பிரியும் போதுதான் நமக்கு അതെങ്ങനെ പഠിച്ചെഴുതുന്നതാണ് മറ്റേ அந்த மாதிரிதான் ഇപ്പം பொண்ணை பிரியும் போது நான் ஃபீல் பண்றேன் ஜெனி. I miss you, ஜெனி. മൈന്യൂട്ട് വരെ കാണിച്ചില്ല. மேலே எழுதும்போ தேங்க்ஸ் சொல்லி உன் கையை விட்டு என் கையை பிரிச்சப்போ பெரும்புல உள்ள குப்பை கூட இல்ல உன் முகத்தை பார்த்தப்போ സൈലന്റ് ആക്കിയാലോ? I love you, சிவா. I love you. பொதுவா யார் மனசையும் காயப்படுத்துறது எனக்கு பிடிக்காது. நான் லவ் பண்ற பொண்ணு நீ. உன் மனசை கஷ்டப்படுத்தி பார்க்கணும்னு எனக்கு எப்படி தோணுச்சுன்னு தெரியல. டெய்லி தனி ரூம்ல கட்டில படுத்துக்கிட்டு ஐம் சாரி ஜெனி, ஐ லவ் யூ ஜெனி, ஐம் சாரி ஜெனின்னு 1000 தடவை சொன்னதை ஒரு தடவை நேரம் உன்னை பார்த்து சொல்லாம போயிட்டேன். இப்படி சொல்லியிருந்தேன்னா எல்லா ப்ராப்ளமும் சால்வ் ஆயிருக்கும். ஒரு வருஷம் பூரா நான் உன் கூட சண்டை போட்டுட்டு இருந்தேன். ஆனா ஒரு நிமிஷம் கூட உன்னை பிரிச்சு என்னால இருக்க முடியல சிவா. ரொம்ப நாளைக்கு அப்புறம் எனக்கு இன்னைக்கு தான் ஒரு உண்மை தெரிய வந்துச்சு. இத்தனை நாள் நம்ம போட்டுட்டு இருந்தது சண்டை இல்ல, அதுவும் காதல் தானே. நம்ம ஒருத்தர் மேல வச்சிருக்கிற காதல் பழைய காலத்து அந்த காதலை நம்ம letter. சேர்த்து வைக்கும். நீ தானே சொன்ன நான் உன் மேல வச்சிருக்க காதல் உண்மை சிவா. ஜெனி, நீ எனக்கு வேணும் ஜெனி. என் கூட சண்டை போடுறதுக்கு, என்ன லவ் பண்றதுக்கு. ഇപ്പോഴാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നത്. அன்புடன் ആ எக்ஸ்கியூஸ் மீ, இங்க சிவான் ஒருத்தர் வருவாரு, அவர்கிட்ட இதை கொடுத்துருங்க. ഓ കാരണം പോയി കഴിയുമ്പോഴേക്ക് ഇതായി പോകുന്നുള്ളൊരു പേടിയാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് ആ ഒരു ബുദ്ധി ഉപയോഗിച്ച് തന്നെ ഇവിടെ കണ്ടുമുട്ടിയില്ലേ പിന്നെയും കണ്ടുമുട്ടാലോ. ആ എവിടെ പോകുന്നത്? ഇല്ല, രണ്ടും വേറെ വേറെ സ്ഥലമാണ്. രണ്ടുപേരും വേറെ വേറെ സ്ഥലാണോ? സിഗ്നല്. സൈലൻസ്. ഓ നോക്കൂ 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 കണ്ട്. എന്താ തോന്നലാന്ന് വിചാരിക്കുന്നത് നീ കാണുന്നത്? டைம் என்னமா மணி என்ன ஆகுதுன்னு டைமுமா டைம் நான் ஒண்ணும் கேட்கலமா ஆளை பாதி யோசனை അതെന്തായിരുന്നു സാധനം?
കണ്ട പോലെ തോന്നി, ഞാൻ പറഞ്ഞില്ല അങ്ങനെ തോന്നല് വന്നെയാണെന്ന് രണ്ടുപേർക്കും. അങ്ങനെ ഉണ്ടാവില്ലേ? ഫുൾ പോയേക്ക, ബ്ലാങ്ക് ആണ്. പുള്ളു പോയേക്കാ. കിളി പോയേക്കാണ്, ബ്ലാങ്കിലാണ് രണ്ടുപേരും. രണ്ടും വേറെ വേറെ സ്റ്റേഷനാണ് ആ സംഭവിച്ചത്. സെൻട്രലില് ചെന്നൈയിലുണ്ട് ഒരാള്, അത് കാണിച്ചല്ലോ. എനിക്കൊന്ന് വിജയണ്ണാണ് സെൻട്രലിൽ നിന്ന് പോകുന്നത്, കാരണം ഹൗറയിലോട്ട് മെയിൻ ട്രെയിൻ ഇല്ല. എഗ്മോറൊക്കെ എനിക്കൊന്ന് വേറെ സ്ഥലത്തും ഉണ്ടാവുന്നില്ല. ഓ അഗൈൻ മറ്റേ സോൾ സോൾ. പഴയ കാലത്തെ ട്രെയിനിന്റെ കളറും വ്യത്യാസമാണ് കുറച്ച്. ഡാർക്ക് അല്ലേ? പറയാ മിസ് ജെനിഫർ, പെൺപൊഴില്ല, പെൺപൊഴില്ല, പൈമ്പൊഴി, അങ്ങനെ എന്തെങ്കിലും സ്ഥലത്തിന്റെ പേര്. வாங்கம்மா செல்வியம்மா, வாங்க வாங்க. உங்ககிட்ட ஒரு நல்ல விஷயத்த சொல்லிட்டு தான் நான் இங்க இருந்து கூட்டு போறேன். நீ ரொம்ப யோகார பொண்ணுமா. இப்படி ஒரு அப்பா கிடைச்சதுக்கு நீ ரொம்ப கொடுத்து வச்சிருக்கணும். என்னைக்கு நீ உன் கல்யாணத்துக்கு உங்க அப்பா கிட்ட சம்மதம் சொன்னியோ அன்னையில இருந்து மனுஷன் அலையா அலைஞ்சு தவியா தவிச்சு என் பொண்ணு ஊருக்கு வந்து இறங்குற நாள் கல்யாண நாளதான் இருக்கணும். ஒரு மாப்பிள்ளை பார்த்து வச்சுட்டாரு. நீ போக வேண்டியதுதான், கழுத்தை நீட்ட வேண்டியதுதான், மாப்பிள்ளை தாலி கட்ட வேண்டியதுதான். அங்க எல்லாம் ரெடி. வாமா வா வா, சீக்கிரமா வா. മാപ്പിളേന് വിജയണ്ണനാവോ? അതാവും ചിലപ്പോ. കാരണം പറയാൻ പറ്റില്ല, കാരണം അച്ഛൻ അന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു മറ്റേ സംസാരിച്ച സമയത്ത്. എനിക്കങ്ങനെ ജാതി ഒന്നും പ്രശ്നമല്ല, നിന്നെ പോലത്തെ ഒരു നല്ല മാപ്പിളെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. செல்வி எப்படா இருக்க? இந்த ஏற்பாடெல்லாம் எதுக்கு தெரியுமா? அதெல்லாம் நான் சொல்லிட்டேங்க ஐயா. அத நீ ஏன்டா சொன்ன? நானே சொல்லணும். நீ போப்பா, நீ போய் ரெடி ஆகி. நீ என்ன கேட்க போறேன்னு எனக்கு தெரியும். போன தடவை மாதிரி இந்த மாப்பிளை ஓடி போட மாட்டான் தானே? இந்த தடவை அப்படி நடக்காது. இந்த மாப்பிளைகிட்ட நான் ஏற்கனவே தெள்ள தெளிவா எல்லாத்தையும் கேட்டுட்டேன். அவர் வேற யாரையும் லவ் பண்ணலையா? நீ ஒன்னும் கவலைப்படாத, போய் ரெடி ஆகு. மாமா നീ പോമാ, പോയി റെഡി ആகு. ഡൗട്ട് ഉണ്ട്. അതിങ്ങനെ ഇന്നലെ ട്രെയിനിൽ പോയ ആള് ഇപ്പൊ ഇന്ന് വരണേ ട്രെയിൻ ഓടിച്ചിട്ട് വന്നാ? അതെനിക്കറിയില്ല, വീട്ടുകാരോട് സംസാരിച്ചത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. തന്നെയാണോ ഇനി? ഞാൻ പറഞ്ഞില്ലേ மாப்பிளைக்கு நீ கொடுத்த ரெக்கார்ட். மாப்பிளை உன்னோட ஃபாஸ்ட் ட்ரெயினை நிறுத்தி ஃபிளைட்டை பிடிச்சி வந்துட்டாரு. அவங்க அப்பா அம்மாவுக்கும் சொல்லி அனுப்பிச்சாச்சு. அவங்களும் ஃபிளைட்டை பிடிச்சி சாயந்தரம் கல்யாணம். ഞാൻ പറഞ്ഞല്ലേ കാരണം അറിയോ, അവിടെ മറ്റേ സാധ്യത ഉണ്ടെങ്കിൽ തോന്നിയത്. കാരണം ഓൾറെഡി ഇങ്ങനെയും പറഞ്ഞായിരുന്നു അന്ന്. എനിക്കങ്ങനെ മറ്റേതൊന്നും ഞാൻ നോക്കൂല, മാപ്പിള ഒന്നൂടെ ഫാസ്റ്റ് ഇറങ്ങിയിട്ട് ഫ്ലൈറ്റ് അടിച്ചു. ഇവിടെ എത്താൻ സമയം എടുത്ത് ട്രെയിൻ ആയതുകൊണ്ട്. എല്ലാരും നോക്കിക്കുന്നത് എല്ലാരും കാണാൻ. ഓ അങ്ങനെയുണ്ട്. ഉണ്ടാവും അങ്ങനെ എന്റെ ഇടുന്നല്ലേ, നല്ല എന്റെ. പക്ഷെ നല്ലുണ്ട്. ഇതോ നമ്മുടെ മറ്റേ സംഭവം കുറച്ച് ക്ലീശ ആണെങ്കിലും ഏത് ട്രെയിനിലോട്ട് പോകുന്നവരല്ലേ ഫോണിന്റെ ഇത്രേ ഉള്ളൂ.
പക്ഷെ ആ കാലഘട്ടത്തിൽ ഫ്രഷ് ആണ്. കാരണം ആ കാലഘട്ടത്തിൽ ഫോൺ ഇല്ലല്ലോ. കാലഘട്ടത്തിൽ ഭയങ്കര ഫ്രഷ് സാധനമാണത്. മറ്റേ ഫോൺ തന്നെയാണ്. അല്ല, ഇങ്ങനെ ഫോൺ വിളിക്കുന്നു, അപ്പുറത്തുനിന്ന് തിരിച്ചു വിളിക്കുന്നു, ഇവിടെ പോകുന്നു, അങ്ങനെ വിളിക്കുന്നു, ഇങ്ങനെ ആ സാധനല്ലേ. അത് നമ്മൾ ആ സമയത്ത് കുറച്ച് മൂവീസിൽ കണ്ടു. പക്ഷെ ആ സമയത്ത് സ്റ്റിൽ കണ്ടാലും നമുക്ക് ഫ്രഷ് ഫീലിംഗ് അടിക്കും അല്ലേ. പ്രത്യേകിച്ച് നമ്മള് വന്ദനത്തില് കുറച്ചുകൂടി നമുക്ക് വന്ദനായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അത് മാത്രമല്ല, വേറെ കുറെ മൂവീസിലും ക്ലൈമാക്സിൽ അങ്ങനെ ഒരു എൻഡ് കാണിക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഈ മൂവി കാണുമ്പോഴുണ്ടല്ലോ, അതും നമുക്കറിയാം എൻഡിൽ ഒക്കെ നമ്മൾ ഗസ് ചെയ്തായിരുന്നു. ഞാൻ ഗസ് ചെയ്തില്ല, പക്ഷെ ഞാൻ വിചാരിച്ചു എങ്ങനെ പോസിബിൾ ആണ്. പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ചു, കാരണം അറിയോ, വരുന്നുണ്ട് എന്താ പറയാ, ആ മാപ്പിള ലവ് ചെയ്തിട്ടേ ഇല്ല, വേറെ ആരും ലവ് ചെയ്തിട്ടില്ല പറഞ്ഞില്ല. അപ്പൊ ഇങ്ങനെ ലവ് ചെയ്തേക്കണം, ഇവിടെ മാത്രം ലവ് ചെയ്തിട്ടുള്ളൂ ആ ഒരു സാധനം. പിന്നെ അതിന് മുന്നേ എനിക്ക് തോന്നി ചിലപ്പോ ഇങ്ങനെ ആ ഒരു ഡയലോഗ് അല്ലേ, വേറെ ഒന്നും എനിക്ക് പ്രശ്നമല്ല എന്നുള്ള കാര്യമൊക്കെ. അപ്പൊ അതുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഒരു നല്ലൊരു എൻഡിങ് ആയിരിക്കും ഉണ്ടാവുക. അത് ഓൾറെഡി ഡയറക്ടറെ നമ്മളോട് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായത് ഹാപ്പി എൻഡിങ് ആണ് സംഭവങ്ങളൊക്കെ. പക്ഷെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളതാണ് സംഭവം. പക്ഷെ എൻഡിൽ കേട്ടോ ആ ഒരു അവരുടെ ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ട വിജയൻ പ്ലസ് ജ്യോതിക മാം, ഇവരുടെ രണ്ടുപേരുടെ കെമിസ്ട്രി എന്ന് പറയുന്ന അപാര കെമിസ്ട്രിയാണ്. അത് മാത്രമല്ല, ഇൻബിറ്റ്വീൻ എനിക്ക് തോന്നുന്നു കുറച്ചൊരു സീനിലാണ് മുംതാജ് എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസും വന്നിട്ടുണ്ടായിരുന്നത്. അവരും നല്ല രസത്തിൽ തന്നെ ചെയ്തു. പ്രത്യേകിച്ച് ആ ഒരു എനർജി, ആ ഒരു സോങ്ങിൽ എനർജി എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് വിജയനും ആ ഒരു എന്താ പറയാ, നമ്മൾ പറയില്ലേ, ചിരിക്കുമ്പോഴാണ് ആ ഒരു ഫുൾ ക്യൂട്ട് വരുന്നത്. ശരിക്കും ആ സമയത്ത് ആ ഒരു നല്ല ഫേസ് ഉള്ളതുകൊണ്ട് ശരിക്കും നല്ല ക്യൂട്ട്നെസ് വരും. അതുകൊണ്ട് തന്നെ ആ സോങ്ങിന്റെ അകത്ത് കംപ്ലീറ്റ്ലി അങ്ങനെ എന്താ പറയാ, ഭയങ്കര ഒരു ഫേസ്, അങ്ങനെ ആ ആറ്റിറ്റ്യൂഡ് പിടിച്ചെന്നെ നിൽക്കുന്നുണ്ട്. ആറ്റിറ്റ്യൂഡ് പിടിച്ചുകൊണ്ടിട്ട് ശരിക്കും നമുക്കും ആ ഒരു ഹോട്ട് ഫീലിംഗ് തോന്നുന്നുണ്ട്. നമ്മൾ അവർ രണ്ടുപേരുടെ ആ ഒരു കെമിസ്ട്രി കാണുന്ന സമയത്ത് വാവ് എന്നൊരു ഫീൽ. അതുകൂടാതെ തന്നെ പാടിയിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും മ്യൂസിക് ആണെങ്കിലും ലൊക്കേഷൻ ആണെങ്കിലും കിട്ടുമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞത് ആ ഒരു സോങ്ങിനെ പറ്റി നമുക്ക് അവിടെ പറയാൻ പറ്റിയില്ല, കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ട്. പിന്നെ ഓവറോൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് പക്ക ഡയറക്ടർ മൂവി. അതാണ് പറയാനുള്ളത്. ഡയറക്ടർ ഓരോ ഫ്രെയിമിലും ഡയറക്ടറുടെ വിഷനാണ് നമ്മൾ കണ്ടത്. അതാണ്, അതായത് ഓരോ വിജയനും നമ്മൾ ഇപ്പൊ കാണാൻ വിജയനൊന്നല്ല ഇത് കംപ്ലീറ്റ്ലി ആ ഒരു ഡയറക്ടർ ആക്ടർ ആയിട്ടാണ് ഉള്ളത്. കാരണം വെച്ചാല് ആ ഒരു സീനിന്റെ ഒക്കെ ആ ഒരു എക്സിക്യൂഷനും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പോകുന്നത്. കാരണം ഒരിക്കൽ പോലും നായകൻ വിജയിക്കണം എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഒന്നും കൊടുത്തിട്ടില്ല. മാക്സിമം അവരെ ആ ഒരു എൻഡ് വരെ ഡയറക്ടർ എന്താണ് ഉദ്ദേശിച്ച ക്ലൈമാക്സ് അത് എത്തിക്കുന്നവരെ അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അത് മാത്രല്ല, വേറൊരു കാര്യം എന്ന് വെച്ചാൽ യൂഷ്വലി ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഇഫ് ഐ എം നോട്ട് റോങ്, അതായത് ഗേൾസിനെ കൊണ്ടുവരിക അല്ലെങ്കിൽ ആക്ടേഴ്സിനെ കൊണ്ടുവരിക ഒരു ജസ്റ്റ് ഒരു പൊടിക്ക് അങ്ങനെ ഒരു സംഭവമൊക്കെ ആയിട്ടാണ് കൊണ്ടുവരിക. പക്ഷെ ഇതില് ജ്യോതികയ്ക്ക് നല്ല ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ശരിക്കും ഇത് കണ്ടു കഴിയുന്ന സമയത്ത് ജ്യോതികയുടെ കുറെ സംഭവങ്ങളായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ. കാരണം വെച്ചാൽ അതിപ്പോ നമ്മള് ഇപ്പൊ പറഞ്ഞ ഒരു പോയിന്റിന്റെ അകത്ത് പറയുന്ന എല്ലാ സിനിമയും അങ്ങനെയല്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു ആക്ടർ മെയിൻ ആക്ടർ ആയിട്ട് വരുന്ന സിനിമകളിലാണ് അങ്ങനെ ആ ഒരു സംഭവം വരുന്നത്. അതായത് ചിലപ്പോൾ നായിക ജസ്റ്റ് ഒരു സോങ്ങിന് വേണ്ടിയിട്ടോ അങ്ങനെയുള്ള ഒരു സംഭവം വരാറുണ്ട്. പക്ഷേ നായകന്റെ ജേണിയിലുള്ള ഒരു പങ്കാളി അത് മാത്രമായിരിക്കും വരുന്നത്. പക്ഷെ ഇതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയത് രണ്ടുപേർക്കും കറക്റ്റ് ആയിട്ട് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് രണ്ടുപേർക്കും ഇപ്പൊ ആ സോങ്ങിലൊക്കെ ചില സ്ഥലത്തൊക്കെ വിജയനേക്കാൾ നന്നായിട്ട് സ്കോർ ചെയ്യുന്നു. ജ്യോതികന്റെ ശരിക്കും ഈ സിനിമയിൽ കുറെ സ്ഥലത്ത് ജ്യോതിക തന്നെയാണുള്ളത്. സ്കോറിങ്ങിന്റെ പ്രത്യേകിച്ച് ഡയലോഗ് ഡെലിവറിയിലായാലും ആ ഒരു സംഭവത്തിലെ എക്സ്പ്രഷൻസ് ഒരുപാട് ഇങ്ങനെ വരും. അത് കറക്റ്റ് ആയിട്ട് നല്ല രസത്തിൽ വരുന്നുണ്ടായിരുന്നു. അതെനിക്കൊന്ന് എസ് സൂര്യ കൊടുത്ത സാധനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതെ, കാരണം ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഈ മൂവി തുടങ്ങുന്ന സമയത്താണെങ്കിൽ കുറേയധികം കമന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇൻ ബിറ്റ്വീൻ, ഇത് ചെയ്യണ്ട, ഇത് വൾഗർ മൂവിയാണ്, എന്താ പറയാ ഫുൾ ഒരു എന്താ പറയുക സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉള്ളതെന്നൊക്കെ പറഞ്ഞിടാം. പക്ഷെ ഞാൻ അത് ഇടയ്ക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ്സ് ഓൾവേസ് ദ പോയിന്റ് ഓഫ് വ്യൂ, നമ്മൾ എങ്ങനെയാ കാണുന്നത്. അപ്പൊ അതെങ്ങനെ അത് ഓരോരുത്തരുടെയും പ്രേക്ഷകന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അനുസരിച്ചിരിക്കും. ചെയ്തൊരു കോർ കണ്ടന്റ് പറയുന്ന ലവ് തന്നെയാണ്. അതിന്റെ മെയിൻ കണ്ടന്റ് ലവ് ആണ്. ആ ലവിന് വേണ്ടിയിട്ടുള്ള സംഭവത്തിനകത്ത് എന്താ പറയാ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള എലമെന്റ്സ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അല്ലാണ്ട് ഫുൾ ആയിട്ട് ആ ഒരു ഇതിലോട്ട്, കാരണം ആ സിനിമക്ക് അല്ല കുറച്ചെങ്കിലും കമേഴ്ഷ്യൽ എലമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സമയത്ത് യൂത്തന്മാർ ഏറ്റെടുക്കേണ്ട സിനിമ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എലമെന്റ്സും കൊടുത്തിട്ടുണ്ട്. ഞാൻ കമന്റ്സ് കണ്ടപ്പോൾ ഇതിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒരിക്കലും ആ ഒരു ഈ ഒരു മൂവിനെ അങ്ങനെ ഒരിക്കലും കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് എവിടെയാണ് whenever it was required അതും കട്ടഡ് വേർഷനാണ് അവർ നമുക്ക് കിട്ടിയ സാധനം കട്ടഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കംപ്ലീറ്റ്ലി എൻഡ് ഏറ്റവും അടിപൊളി എന്ന് പറയുന്ന ക്ലൈമാക്സ് തന്നെയാണ്. സൂപ്പർ ക്ലൈമാക്സ് അല്ലേ. ഒരു രക്ഷയില്ല. പിന്നെ ആ ഒരു നൊസ്റ്റാൾജിക് സാധനവും കാണിച്ചു തന്നു. കാരണം ആ സമയത്ത് മൊബൈൽ ഫോൺ ഇല്ലാത്തതുകൊണ്ട് ലെറ്ററിലൂടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയത് നല്ല രസമുണ്ടായിരുന്നു അല്ലെ. പിന്നെയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും മറ്റേ കെട്ടിപ്പുഴയുടെ പാട്ടില്ലേ, അതാണെങ്കിൽ പലർക്കും ചെറുപ്പത്തിലെ കാണാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല, കാരണം ടിവിയിൽ ആ പാട്ട് ഞാൻ കുറെ അതിന്റെ ബീറ്റ് കേട്ടുന്നല്ലാണ്ട്. കാരണം കുറെ സ്ഥലത്ത് റീൽസിലൊക്കെ ഇതിങ്ങനെ ആ ഒരു സാധനം വരുന്നിട്ട് ആ
ഇതില്ല, ആ ഒരു സാധനം ആ സാധനമില്ലേ, അതാണ് കൂടുതൽ. ഇത് കുറെ വട്ടം കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വർഷമായിട്ട് ഇതിന്റെ വിഷ്വൽ ഞാൻ ഇന്നാണ് കണ്ടത്. കാരണം എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ നമ്മൾ ഈ സോങ് കേൾക്കുന്ന സമയത്ത് ഇതിന്റെ വിഷ്വൽ കാണുന്നു തോന്നും. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ചൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഇല്ലേ ആ ഒരു രീതിയിലുണ്ട്. വിടില്ല, ആരും വിടില്ല, വീട്ടുകാരെ വിടില്ല, കണ്ണടച്ചാളി ചിലപ്പോ അല്ല ചിലപ്പോ നമ്മൾ ആര് മാറ്റിക്കും, നമ്മൾക്ക് കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. നമ്മളല്ല മാറ്റിക്കുന്ന ആൾക്കാരാണ് അത് മാറ്റിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർക്കൊന്നും കാണാൻ വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് കണ്ടാലായ അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് കാണാത്ത സാധനം ഇന്ന് പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് കാണുന്നത്. അതാണ് കാലം. ആ സമയത്ത് നമ്മളത് കാണില്ല, അത് വേറെ കാര്യം. ഇപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് അറിയിച്ചോണ്ട് നമുക്ക് എന്താ പറയണ്ടെല്ലാം അറിയാം. അതുകൊണ്ടിട്ട് അപ്പൊ മെയിൻ ആയിട്ട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് കാണുന്നു തോന്നിയിട്ടും അങ്ങനെ ഇല്ല. കാരണം വെച്ചാൽ പിന്നെ നമ്മൾ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കില്ലല്ലോ. അപ്പൊ ഇന്നാണ് അത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ സോങ്ങും കാണുന്നത്, ഈ മൂവിയും കാണുന്നത്. കാരണം ഖുഷിന്ന് കുറെ വട്ടം കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറെ ട്രെൻഡൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ജ്യോതികയുടെ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് ട്രെൻഡൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എക്സെപ്റ്റ് ചില എലമെന്റ് അതെനിക്ക് തോന്നുന്നു കാലത്തിന് ഇപ്പോഴത്തെ കാണുന്നതിന്റെ ഒരു ഇതും കൂടി ആവാം. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തോട്ട് വരുമ്പോൾ ആ ഒരു രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത്, ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. സ്റ്റിൽ അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല. അല്ല അതെന്ന് പറയുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഡാർക്ക്, നമുക്ക് ബ്ലാങ്ക് ചില സമയത്ത് ഈ ഷോക്ക് ആവില്ല ഭയങ്കരമായിട്ട്. നമ്മളിപ്പോ ഒരു പടക്കൊക്കെ മുന്നിൽ നിന്ന് അറിയാണ്ട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ഷോക്ക് ആകും, നമ്മളെ കണ്ണിൽ ഇരുട്ട് കയറും. അപ്പൊ ഇവരുടെ ആ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതാണ്. അപ്പൊ അവരുടെ സ്ഫോടനം അവിടെ നടന്നു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ഒരു ഒരു ബ്ലൈൻഡ് അവസ്ഥയിൽ അവരുള്ളത്. അപ്പൊ ചിലപ്പോൾ കാണുന്ന ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഞാൻ വെറുതെ ഇമാജിൻ ചെയ്യുന്ന ആയിരിക്കാം അങ്ങനെ. അതുകൊണ്ടാണ് അവര് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ജസ്റ്റ് നോക്കുക, ഞാൻ കണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളൊരു സാധനം. പക്ഷെ അത് നന്നായിട്ട് ഡയറക്ടർ അത് കാണിച്ചു മൈന്യൂട്ട്. അതെന്ന് വെച്ചാൽ കാരണം നമുക്കറിയാം മേലെ വെച്ചെടുക്കുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ ഇതാവണ്ടാവും, തെളിയാണ്ട് വരും. അപ്പൊ കറക്റ്റായിട്ട് താഴെ അവിടെയാണ് ജ്യോതികേണ്ടത് കറക്റ്റായിട്ട് കാണിച്ചു. ഒന്നും പ്രശ്നം വന്നില്ല, അല്ലെങ്കിൽ രണ്ട് സ്ഥലത്ത് ഒരുപോലെ കാണിക്കണ്ടേ. സക്സസ്ഫുള്ളി നമ്മളെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് മൂവി. ആൻഡ് ഇതിലെ എല്ലാ എലമെന്റ്സും പറയേണ്ട ഡയറക്ടർ, ആക്ടർ, മ്യൂസിക് ഡയറക്ടർ, സിനിമാറ്റോഗ്രാഫി എല്ലാം, പ്രത്യേകിച്ച് ആ ഒരു എക്സിക്യൂഷൻ ഓഫ് ദ സോങ്സ് എടുത്തു പറയേണ്ടതാണ്. അതില് കാരണം എന്താ പറയുക, ദേവാ സാറിന്റെ പാട്ടുകൾ നമ്മൾ കുറെ അധികം കേട്ടിട്ടില്ലെങ്കിലും കുറെ അദ്ദേഹത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പണ്ട് നല്ല പാട്ടുകളായിരുന്നു. പിന്നെ നമുക്ക് കമന്റ്സിലും കാണുന്നുണ്ട് തളപതി അദ്ദേഹമാണ്. തളപതി അദ്ദേഹമല്ലേ, ഇളയരാജ സാറാണ്. ഇളയരാജ സാറാണ്. ദേവസാറിന്റെ വേറെ ഏതൊരു പടം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു മ്യൂസിക്കിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര റിച്ച് ഉണ്ട്. ചില സ്ഥലത്തൊക്കെ ആ ഒരു ലെങ്തി സോങ്ങിന്റെ അകത്ത് ആ ഒരു ബീറ്റും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് നല്ലോണം, അതായത് ലിറിക്സിനെക്കാളും ഭയങ്കരമായിട്ട് ബീറ്റ് എക്സ്ട്രാ ഉണ്ടാവും. പിന്നെ നല്ല സുഖം. എനിക്ക് തോന്നുന്നു ഈ പടത്തിലെ കുറെ പാട്ടുകളൊന്നും ഞാൻ കേട്ടിട്ടില്ല, ആകെ 1-2 പാട്ടുകൾ കേട്ടിട്ടുണ്ട്. നമ്മള് പാട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു മൊമെന്റിലായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ജെക്കെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ സമയത്ത് എന്നോട് പറയാറുണ്ട്, ശരിക്കും നമ്മൾ അവിടെ എൻജോയ് ചെയ്ത സോങ് ഇല്ല, അതിനേക്കാളും ഡബിൾ ട്രിപ്പിൾ എഫക്റ്റ് ആണ് പിന്നെ അത് കേൾക്കുന്ന സമയത്ത്. അങ്ങനെ 2 ദിവസമായിട്ട് ഇതിനകത്ത് എല്ലാ സോങ്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ്. കാരണം ഈ സോങ്ങുകൾ എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ പടത്തിലെ ഏറ്റവും ബെസ്റ്റ് ഹൈലൈറ്റഡ് പോയിന്റ് ആ ഒരു സോങ്സ് ആണ്. കാരണം കുറെ സോങ്സ് ഇട്ടിട്ടുമില്ല, ആവശ്യത്തിന് മാത്രമേ സോങ്സ് ഉള്ളൂ. ആ സോങ്സ് ഒക്കെ നല്ല രസത്തിൽ തന്നെ എന്താ പറയാ, റിപ്പീറ്റ് വാല്യൂ ഉള്ള സോങ് എന്ന് പറയാം. അത് കംപ്ലീറ്റ്ലി ഈ ഒരു റൊമാൻറ്റിക് പടത്തിൽ പൊതുവെ സോങ്സ് വേണം നല്ല രീതിയിൽ. കാരണം ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ എനിക്ക് 6-7-8 പാട്ടൊക്കെ ഇടാനുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ എന്നാലും എത്ര പാട്ടോ, 3 പാട്ടോ 4 പാട്ടോ ഇല്ല, പാട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ഹാഫിലാണ് കൂടുതൽ പാട്ടുകൾ, സെക്കൻഡ് ഹാഫിലോട്ട് തോന്നില്ല. കാരണം കുറെ പാട്ടുണ്ട് എന്നുള്ളൊരു, ഇപ്പം എന്താ പറയാ, ഫസ്റ്റ് ശില്പ ഷെട്ടിയുടെ കൂടെയുള്ള സോങ് അതുകൊണ്ടിട്ട് എന്താ പിന്നീട് ലാസ്റ്റ് വരാത്തപ്പോ നമ്മൾക്ക് അധികം പാട്ടില്ലാത്തൊരു ഫീലാണ് ശരിക്കും കിട്ടുന്നത്. അതും നല്ലൊരു എക്സിക്യൂഷൻ തന്നെയാണ്. കാരണം സെക്കൻഡ് ഹാഫിലാണ് എപ്പോഴും മൂവിയുടെ മെയിൻ പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ്. ആ മൂവിയുടെ എങ്ങനെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ്. അപ്പൊ ഫസ്റ്റ് ഹാഫ് ഇവൻ എന്തോ ചെറിയതായിട്ട് കുറച്ച് എന്റർടൈനിങ് കൂടി പോയാലും പ്രശ്നമില്ല. പിന്നത്തെ എന്തായാലും സജഷൻ തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത മൂവി ആയിട്ട് നാളെ വരുന്നതാണ്.